പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഇങ്ക് ടാങ്ക് സിസ് കളർ പ്രിന്ററായ എപ്സൺ LA050 എന്ന പ്രിന്ററിൽ എങ്ങനെ ഇങ്ക് റീഫിൽ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്സന്റെ ഈ മോഡൽ പ്രിന്ററിൽ ഇങ്ക് റീഫില്ലിംഗ് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇങ്ക് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങണം. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഒരിക്കലും വാങ്ങാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ കഴിയുന്നതും ശ്രദ്ധിക്കുക. ടോട്ടൽ 6 ടാങ്കാണ്, 6 ബോട്ടിലാണ് ഇതിന് വരുന്നത്. 6 കളറുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെ ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിൻ്റെ മുകളിൽ ചെറിയൊരു ലൈന് കാണാൻ സാധിക്കും. ഇങ്ക് കുറഞ്ഞ് ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല. എപ്പോഴും ഈ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കണം. അതിനാണ് കമ്പനി അവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. കമ്പ്യൂട്ടറിൽ കാണുന്ന ഇങ്ക് ലെവലിൻ്റെ സ്റ്റാറ്റസ് കറക്റ്റ് ആയിക്കോളണമെന്നില്ല. അത് ചില സമയത്ത് തെറ്റായി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കലായിട്ട് ഇവിടെ ടാങ്കിൻ്റെ ട്രാൻസ്പെറൻ്റായിട്ട് ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് തന്നെ ഇങ്ക് ലെവൽ ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതായിട്ട് ഇങ്ക് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 6 ബോട്ടിൽ വരുന്നുണ്ട്. കണ്ടില്ലേ, 057 എന്ന സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ സീരീസ് ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എപ്സൻ്റെ വില കുറഞ്ഞ സീരീസ് ഇങ്കുകളുണ്ട്. അത് വേറെ സെഗ്മെൻറ്റുള്ള പ്രിൻ്ററിനാണ്. ഇത് ഫോട്ടോ പ്രിൻ്ററാണ്. നിങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഈ ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിതാണ് ടാങ്ക് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫ്രണ്ടിലാണ് ടാങ്ക്. ഇതൊരു പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് എല്ലാ ടാങ്കും എംപ്റ്റി ആയിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണെങ്കിൽ ഓരോരോ സമയത്തും വ്യത്യസ്ത ലെവലിലേക്കാരം ഇങ്ക് ഉണ്ടാവുക. താഴെ കാണുന്ന ഏറ്റവും ലോ മാർക്ക് എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ ഡോർ ഓപ്പൺ ചെയ്യണം. മുകളിൽ കാണുന്ന ഈ ഡോറില്ലേ, ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടാങ്കിൻ്റെ ഒരു ഡോറുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അവിടെ ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബ്ലാക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബോട്ടിൽ എടുത്താണ് നമ്മൾ നേരെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ക് ഫില്ലാവുന്ന ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ക് ലെവലിൽ ശ്രദ്ധിക്കേണ്ടത്. ഉള്ള ഭാഗവും ഇല്ലാത്തതും രണ്ട് കളറായിട്ട് തന്നെയാണ് ടാങ്കിൽ കാണിക്കുക. ഇതിങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ക് പുറത്തോട്ട് ഫ്ലോ ആവില്ല. അതേപോലെ തന്നെ ഓവർഫ്ലോ ആവാനും സാധ്യതയില്ല. ഇങ്ക് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽമേൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഉള്ളതും ഇല്ലാത്തതും. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നേരെ അതിൻ്റെ ബോട്ടിൽ ക്ലോസ് ചെയ്യുന്നു. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് സിയാൻ പറഞ്ഞ ബോട്ടിലാണ്, കളറാണ് വരുന്നത്. അപ്പോൾ ലൈറ്റ് സിയാൻ്റെ ബോട്ടിലെടുത്തു. ഈ ഒരു മോഡൽ പ്രിൻ്ററിനുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ക് മാറി വയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ലൈറ്റ് സിയാൻ അറിയാതെ നിങ്ങൾ സിയാനിൽ കൊണ്ടുപോയാണ്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതൊരിക്കലും അത് ഇൻസേർട്ട് ആവില്ല, കണക്റ്റ് ആവില്ല. കാരണം ഓരോരോ ടാങ്കിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. ഇപ്പോൾ ലൈറ്റ് സിയാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം കഴിയാറായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ലെവൽ കാണാൻ സാധിക്കും. യെസ്, ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ മാറ്റി വെക്കുന്നു. നെക്സ്റ്റ് വരുന്നത് മജന്തയുടെ ടാങ്കാണ് വരുന്നത്. മജന്ത ഇങ്ക് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ ബ്ലാക്കും ലൈറ്റ് സിയാനും എല്ലാം ഫില്ല് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ബോട്ടിൽ ഒഴിവാക്കുന്നു. ടാങ്കിലേക്ക് ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇങ്ക് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങണം. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒഴിക്കുന്ന സമയത്ത് പ്രൈസ് കുറയുക മാത്രമല്ലാതെ അതിൽ വേറെ ഗുണങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി മാറും, വാറൻറ്റി കട്ടാവും. പിന്നെ ഹെഡ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ പുതിയ ഒറിജിനൽ ഇങ്ക് തന്നെ വാങ്ങേണ്ടി വരും. പിന്നെ ഈ ഒരു മോഡൽ പ്രിൻ്റർ നിങ്ങൾക്കറിയാം ID കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന മോഡലാണ്. അപ്പോൾ ID കാർഡ് പ്രിൻറ്റ് ചെയ്യുന്ന PVC കാർഡ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്തും ക്വാളിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ക് ഉണങ്ങാത്ത പ്രശ്നമൊക്കെ PVC കാർഡ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. അതെല്ലാം ഇങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മജന്ത ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സിയാനാണ്. സിയാനും നമ്മൾ അതിൻ്റെ അതേപോലെ ബോട്ടിലെടുക്കുന്നു. ബോട്ടിലിൻ്റെ പാക്ക് ഒഴിവാക്കിയാണ്ട് ബോട്ടിലിൻ്റെ ടോപ്പ് ഒഴിവാക്കുന്നു. എന്നിട്ട് ഇതേപോലെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നു.
അങ്ങനെ യെല്ലോ ടാങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് മജന്തയുടെ ടാങ്കാണ് വരുന്നത്. അപ്പോൾ ലൈറ്റ് മജന്തൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, നേരെ ജസ്റ്റ് ടാങ്കിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. അതും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലൈറ്റ് സിയാൻ അതേപോലെ ലൈറ്റ് മജന്ത എല്ലാം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുമായിരുന്നു മുമ്പത്തെ മോഡലായ എപ്സൺ LA05. ഇതിലങ്ങനെ മാറിപ്പോകുന്ന പ്രശ്നം വേണ്ട. അപ്പോൾ ഏകദേശം 4 ടാങ്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.